പലരും പറയുന്നുണ്ട് ഇപ്പോൾ മറ്റേ നിങ്ങൾ സെറ്റാണെന്ന് പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്രയും വലിയൊരു പരിപാടി ചെയ്തത് ഒരു റെക്കഗ്നിഷൻ പുള്ളിക്ക് കിട്ടിയേ പറ്റൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ മറ്റേ മൂഡ് മാറാൻ നേരത്ത് ഞങ്ങൾക്കും പിന്നെ അതിനകത്ത് കയറാൻ തന്നെ പേടിയാണോ പോലത്തെ ഒരു അവസ്ഥയായി. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലം. ആ ഒരു ഈ ആക്ച്വലി ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ഒരു 5-6 മണിക്കൂർ മാത്രമേ ഇത് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളതൊരു 10-40 വർഷം അനുഭവിച്ചു. നിൽക്കുന്ന നമുക്ക് പോലും, ഈ സെറ്റിൽ നിൽക്കുന്ന നമുക്ക് പോലും, ഈ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് അവിടെ സൈഡിൽ പോയി മൂത്ര വെച്ചിട്ടുണ്ട്. ഞാൻ കൊടക്കനല്ലാന്ന് വലിയ സെറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന ആള് നമ്മള് ക്യാരം ബോർഡിലൊരു താഴെ ഒരു ഇതടിച്ചിരുന്ന് വെച്ചാലും അജണ്ട അടിച്ചിരും. അല്ല ആക്ച്വലി ഞങ്ങൾ ക്ലബ്ബ് പോലെ ആയിരുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെ മറ്റേ ദർശന ക്ലബ്ബ് പോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ മറ്റേ ക്യാരം ബോർഡിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആണ് സെറ്റ് ഏതാണ് സെറ്റ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും ടൈം എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാർക്ക് പലർക്കും മനസ്സിലാവുന്നേ ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് അതൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആക്കാമായിരിക്കും. പക്ഷെ അതല്ലാണ്ട് ഈ പാട്ട് വെച്ച് അതിനേക്കാളും വലിയ റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ ലിറിക്സിൽ മാച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അതാണ് അതിന്റെ മെയിൻ കാരണം. പല ആൾക്കാരും ആ പാട്ട് കേട്ടിട്ട് ഇപ്പോഴാണ് ആ പാട്ട് ഭീകരമായ വേറൊരു തലമുള്ള അർത്ഥം വന്നതെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. പൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ പുഷ്പം പോലെ വിരിയിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ്? പറ. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. മഞ്ഞുമൽ ബോയ്സ് ഇപ്പം ബേസിക്കലി ഇന്ന് വന്നൊരു അപ്ഡേഷനും കൂടെ കൂട്ടിയാൽ സാക്ഷാൽ മാസ് സിനിമകൾ ചെയ്യുന്ന ഷാജി കൈലാസിനെ പോലും മോഹിപ്പിച്ച മഞ്ഞുമൽ ബോയ്സ്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ സിനിമാറ്റിക് വൽക്കരണം നടത്തി കഴിയുമെങ്കിൽ സിനിമാറ്റിക് ആകാൻ നേരത്ത് എത്രത്തോളം നിങ്ങൾക്കും പ്രിയപ്പെട്ടതായിരുന്നു ഈ ഒരു പ്രോസസ്സ്? ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കാര്യം ഞങ്ങൾ ആക്ച്വലി ഇത് വളരെ സിനിമാറ്റിക് ആക്കരുത് എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ മറ്റേ ഓവറാക്കി ഇത് മറ്റേ ആൾക്കാരുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആക്കരുത് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഈ സിനിമ തുടങ്ങുന്ന സമയം തുടങ്ങിയ ചിതുവിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിനിമ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈലൻസിൽ നമുക്ക് ക്ലാപ്സ് കിട്ടി. ഒരിക്കലും വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സിൻ്റെ മറ്റേ ബാക്ക് പോയി മറ്റേ അതിനകത്തുള്ള കയ്യടിയല്ല. അപ്പോൾ അതൊരു വലിയൊരു സുഖമുള്ളൊരു പരിപാടിയായിരുന്നു. ഒരിക്കലും നമ്മൾ സിനിമാറ്റിക് ആക്കാണ്ട് പക്ഷേ ഒരു സിനിമേനെ ആൾക്കാർ അതിൻ്റെ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് കൈയടിക്കുമ്പോൾ കിട്ടുന്നത് മറ്റേ ഉള്ളിൽ നിന്ന് തന്നെ കൈയടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അത് ഒരു രസമുള്ള പരിപാടി തന്നെയായിരുന്നു. ഇപ്പം ബാലുവിനെ സംബന്ധിച്ചിടത്തോളം ചിദംബരത്തിന്റെ 2 ചിത്രങ്ങൾ, ഒന്ന് ജാനേമൻ്റെ അകത്ത് ബാലുവിനെ അതിനു മുമ്പ് മലയാള പ്രേക്ഷകർ കണ്ട ഒരു ബാലു അല്ലായിരുന്നു ജാനേമനിൽ. ആ ടൈമിൽ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരുപാട് അക്ലെയിംഡ് ആയതിനു ശേഷവും ഒരുപാട് റിവ്യൂസിനൊക്കെ ബാലുവിനെ പ്രശംസിച്ചൊക്കെ വന്നിരുന്നു. പിന്നീട് ഇപ്പം മഞ്ഞുമൽ ബോയ്സിലാവുമ്പം അതിൽ നിന്ന് 2 ലൗഡായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ സ്വിച്ച്? ജാനമനത്തുള്ള പരിപാടി എനിക്ക് വേറൊരു സംഭവം തന്നെയായിരുന്നു. കാര്യം എൻ്റെ സിനിമാ ജീവിതം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിനകത്തൊരു ഡിഫറെൻ്റ് എപ്പിസോഡ് തന്നെയായിരുന്നു ജാനമൻ. ടോട്ടലി ഡിഫറെൻ്റ് ഒരു സംഭവമായിരുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ ചിതു അളിയാ എടാ എന്നെ സാധാരണ ആൾക്കാരെ വിളിക്കുന്ന ഒരു വേറെ സംഭവത്തിനായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു ഈ സാധനത്തിനകത്ത്. ജാനമൻ്റെ മോനിച്ചൻ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷമുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു ഡയറക്ടർക്ക് ഞാൻ ചോദിക്കണല്ലോ അളിയാ നിനക്ക് എന്നാലും എങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. പക്ഷേ അവർ വരാതെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിക്കും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് മൈ ബ്രദർ, അവനും അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് അവനും അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവരുടെ അടുത്ത് അത്ര ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ടാണ് ഇത് ബിൽഡായത്. പിന്നെ കൂടാതെ ആ പടത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ഇരുന്ന് അതിനു വേണ്ടി അതിൻ്റെ ഓരോ ഡിസ്കഷനും എല്ലാ ഡിസ്കഷനും നമ്മൾ ഇരുന്ന് സംസാരിച്ച് ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി. ഈ സിനിമയിൽ ചിലപ്പോൾ ആൾക്കാർ കാണുന്നതിനേക്കാളും കൂടുതൽ ഡെപ്ത് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. മോനിച്ചൻ്റെ നേരത്തെ എന്താ പറയുക എൻ്റെ ബാക്ക് സ്റ്റോറീസ് നമ്മൾ അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ
ശരിക്കും കോവിഡ് എല്ലാവർക്കും ഭയങ്കര ഒരു മോശം സമയമാണ് തന്നെങ്കിലും ഞങ്ങൾക്ക് ആക്ച്വലി വളരെ നല്ലൊരു സമയമാണ് തന്നത്. കാര്യം ആ കോവിഡിന്റെ ഇടയിലുള്ള സമയത്താണ് വളരെ പ്രൊഡക്റ്റീവായി. നമ്മൾക്ക് മറ്റേ ചെയ്യണം, എന്തെങ്കിലും പരിപാടി ചെയ്യണം, നല്ല സാധനം ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്കൊന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഓരോ ആഴ്ചയിലും ഞാൻ കല്യാണം കഴിച്ച് കുറച്ച് നാളായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എലീനയും ഞങ്ങൾ ഇവരുടെ അടുത്ത് മറ്റേ ഇടക്കിടക്ക് പോകും. എന്നിട്ട് പറ എവിടം വരെ ആ സാധനം കേൾക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ തന്നെ സംസാരിക്കും. അപ്പോൾ പുള്ളി ഇതായിരിക്കും പുള്ളിയുടെ പ്രശ്നം, പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും, എൻ്റെ ബാക്ക് ലെയർ ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ സാധനം ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ഏറ്റവും വലിയൊരു സംഭവം ഇതിൻ്റെ റിയൽ ലൈഫ് സിക്സൻ തന്നെയായിരുന്നു. റിയൽ ലൈഫ് സിക്സൻ വെരി ലൗഡ്, വെരി എനർജറ്റിക്. പുള്ളിക്ക് വളരെ ഓണാണ്. ഇയാൾക്ക് ഒരിക്കലും മറ്റേ ഒരു സമയത്തും പുള്ളിക്ക് മറ്റേ എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാനുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ അടുത്ത് സംസാരിക്കണം തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹോംവർക്ക്. മറ്റേത് വേറെ ടൈപ്പ് ഓഫ് ഹോംവർക്ക് ആയിരുന്നെങ്കിൽ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് ഒരു ഹോംവർക്ക് തന്നെയായിരുന്നു. ഇയാളുടെ കൂടെ സംസാരിക്കൽ തന്നെയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതലൊരു ഹോംവർക്ക്. ആ സാധനം പടത്തിൽ എനിക്ക് അതിനകത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. സിക്സൻ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. ആദ്യം ഈ പടത്തിൻ്റെ കുറച്ച് റിവ്യൂസിനകത്ത് ഏതോ 1-2 ചേട്ടന്മാരോ ആരൊക്കെയോ പറയണ്ടായിരുന്നു ഇതിനകത്ത് മറ്റേ ഓവറാണോ ഇയാളെന്നൊക്കെ വന്നോണ്ട് സംസാരിക്കണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും സൗണ്ടിൽ സംസാരിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഈ സിനിമ നമ്മൾ സംസാരിക്കുന്നത് റിയൽ ആൾക്കാരെ പറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് റിയൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കാണാൻ പറ്റും, അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ ഈ പടത്തിലെ ഏറ്റവും വലിയ ഹോംവർക്ക്. എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനും, ഇപ്പോൾ ജിൻസനായാലും അഭിലാഷായാലും തങ്കിക്കണ്ണനായാലും എല്ലാ ക്യാരക്ടേഴ്സിനും അത് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ഹോംവർക്ക്. ഗണപതി ഇപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ആദ്യമായിട്ട് പുതിയൊരു ജോലിയും കൂടെ ചെയ്യുന്നു എന്നർത്ഥം. പക്ഷെ എങ്കിലും പ്രൊഡക്ഷന്റെ എല്ലാ ഭാഗങ്ങളിലും ഗണപതി ഫുൾ പവറായിട്ട് നിപ്പുണ്ടെന്ന് ഇങ്ങനെ ഷൈജിക്കൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പം ബേസിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഇരിക്കുന്നെങ്കിലും ജീനേട്ടനെ എനിക്ക് ഏറ്റവും പക്കായിട്ട്, അതായത് അതിനു മുമ്പ് ജീനേട്ടനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഖാലിദ് റഹ്മാൻ, ഇപ്പം ഇവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. ഈ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു ഇവരിലേക്ക് എത്തിച്ചേർന്നത് ഇത്രയും? അല്ല, ഞാൻ ബാലുവിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ബാലുവാണ് ആക്ച്വലി ഇങ്ങനെ ഞാൻ അങ്ങനെ കുറേ തപ്പി ഇങ്ങനെ പല ആര് വേണം ഞാൻ പല സ്ഥലത്ത് അപ്പം തന്നെ ബാലു അവിടെ ജീൻ ചേട്ടനൊന്ന് ട്രൈ ചെയ്തുവിടാം. അപ്പോൾ ഞാൻ ശരിയാണല്ലോ ബാലു ജീൻ രണ്ട് ലൈക്ക് നമുക്കറിയാം, നമുക്ക് ഇവരുടെ ലൈക്ക് റിയൽ ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സാധ്യത. പക്ഷേ ജീൻ ചേട്ടൻ നമ്മളതിന് കോമഡി പരിപാടികളിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അയാൾ എത്രത്തോളം ഹ്യൂമറിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹ്യൂമർ സംസാരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആ സ്ട്രൈക്കിലാണ് ജീൻ ചേട്ടന്. ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ഒരു ഞാൻ അഭിനയിക്കുന്ന ഒരു പടത്തിൽ, അഷ്റഫ് ഹംസയുടെ പടത്തിൽ, ചിലപ്പോൾ നിങ്ങളൊരു മിന്നായം പോലെ കണ്ടിട്ടുണ്ടാവും ആ പടത്തിൽ പുള്ളി. പക്ഷെ വന്നു ആ ക്യാരക്ടർ മുഴുവിപ്പിക്കാതെ പുള്ളി അവിടുന്ന് എസ്കേപ്പ് ചെയ്യണ്ടായി. പക്ഷേ ആ ടൈമിൽ ആ ഒരു സീനിൽ പുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം ഇയാൾ ഭയങ്കര നാച്ചുറലായിട്ട് പരിപാടി ഭയങ്കര ഹാൻഡിൽ ചെയ്യുന്ന ഒരു പരിപാടി അത് റഹ്മാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിതുനോട് അയാൾ അഭിനയിക്കും ചെയ്തു പോലെ ഇങ്ങനെ ഒരു ചെറിയ മറ്റേ ഭയങ്കര സിമ്പിളായിട്ട് അഭിനയിച്ച് പോകുന്നൊരു പരിപാടി ഉണ്ട് എന്നുള്ളൊരു സാധനം. പക്ഷെ ആ സാധനം ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സട്ടിൽ പരിപാടി. അതെ പിന്നെ മാനറിസം ഒറിജിനൽ ക്യാരക്ടർ അടിപൊളിയായിട്ട് റഹ്മാന്റെ ഏറ്റവും വലിയ പ്ലസ് അത് തന്നെയായിരുന്നു. റഹ്മാൻ ആക്ച്വലി അഭിനയിക്കാൻ അറിയില്ല. റഹ്മാൻ അങ്ങനെ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത സീൻ ഞാൻ പോയിട്ട് അങ്ങനത്തെ ഒരു സാധനം കാണിച്ചിട്ട് വരാമെന്നുണ്ടെങ്കിൽ റഹ്മാൻ നല്ലൊരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് റഹ്മാൻ ആ ക്യാരക്ടർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെ, ജീൻ ചേട്ടനായാലും പോലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ആ റിയൽ ക്യാരക്ടറിനോട് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീൻ ചേട്ടൻ്റെ ക്യാരക്ടറായിട്ട്. ജീൻ ചേട്ടനായാലും ചില മാനറിസും മറ്റേ സിഗരറ്റ് പിടിക്കലും എനിക്ക് തോന്നുന്നു ആ ജീൻസൊക്കെ പിടിക്കുന്ന പരിപാടിയൊക്കെ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര രസമായിട്ട് ഇങ്ങോട്ട് ക്യാരി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അവരൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരാളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന സാധനമായിരുന്നു. കാര്യം ജീൻചാണ്ട് മറ്റേ ബെൽറ്റ് പിടിച്ച് വരെ നടന്നു വരുമ്പോഴും പുള്ളിയുടെ മറ്റേ സംസാരത്തിന്റെ രീതി നമ്മളിപ്പോ കലക്കേട്ടോ. ജീൻചാണ്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കലക്കും.
എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. കാരണം ആ ഫിലിമിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഷൈജുക. അതെ അനിയനോട് ചിലപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷെ എന്തായാലും ഈ താടി ജീനേട്ടനെ കൊണ്ട് താടി അടിപ്പിക്കാന്ന് എങ്ങനെ നിങ്ങൾ ബോധ്യപ്പെടുത്തി? ഉറപ്പായിട്ട് ജീജാണ് ഇതുവരെ കാണാത്തൊരു പരിപാടിയിൽ കാണണമെന്നുള്ളായിരുന്നു. പിന്നെ ഈ ഒറിജിനൽ ക്യാരക്ടറിനും ഇതേപോലെ താടി ഉണ്ടായിരുന്നില്ല, അവർ മീശ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുന്നതൊക്കെ ഉള്ളൊരു ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജീജാണ് താടി പഠിക്കുമോ? പക്ഷെ ഇതിൻ്റെ മോറോർ വേറെ സംഭവം പറഞ്ഞേക്ക് കാര്യം ഗണു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇൻട്രപ്റ്റ് ചെയ്യണമെങ്കിലും ഇതിൽ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും എനിക്ക് തന്നെയാണ്. കാര്യം ജീൻചാട്ടിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ജീജൻ്റെ അനിയനാണ്, ജീജൻ്റെ കൂടെ ജനിച്ച് വളർന്നേക്കുന്ന ആളാണ്. അപ്പോൾ ജീൻചാട്ടിനെ പോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ജീജൻ ആക്ച്വലി വളരെ തടിയുള്ള വേറൊരു രൂപത്തിലേക്കുള്ളൊരു മനുഷ്യനായിരുന്നു ജീൻചാട്ടൻ. അപ്പോൾ ആ രൂപത്തിൽ നിന്ന് ജീജൻ്റെ മാറണമെന്ന് ഒരു ദിവസം തോന്നി. അന്ന് പുള്ളി വർക്കൗട്ട് സാധനങ്ങൾ പിടിച്ചു. രാവിലെ വർക്കൗട്ട്, ഉച്ചയ്ക്ക് ക്രിക്കറ്റ്, വൈകുന്നേരം പിന്നെയും വർക്കൗട്ട്, പിന്നെ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് ഞങ്ങൾ ഇയാൾക്ക് എന്ത് പറ്റി, ഈ നഗരത്തിന് എന്ത് പറ്റി എന്നുള്ള മൂഡിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അയാളത് പിടിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി, നമ്മുടെ അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത അണ്ടർവേൾഡിന് വേണ്ടി ചെയ്ത് പുള്ളി ഇത്രയും തടിയുള്ളൊരു മനുഷ്യൻ പെട്ടെന്നൊരു സിക്സ് പാക്ക് ഒക്കെ ആയിട്ട് വന്നു. ഇയാൾ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്ന. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി, എടാ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളത് ചെയ്യണ്ടേ എന്ന് പറയണ പോലത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു ആളായിരുന്നു. അപ്പോൾ താടി പഠിക്കൽ അത് ഒരു 2-3 സെക്കൻഡിന്റെ പരിപാടി അത്രയും. അതും ഡെയിലി പഠിക്കുന്നുണ്ടായിരുന്നു പറയുന്നത്. ഡെയിലി പഠിച്ചാലും ഈ പറഞ്ഞ ഇത്രയും ബോഡി ട്രാൻസ്ഫോർമേഷൻ വരെ നടത്താൻ പറ്റുക ജീവിതത്തിൽ. അയാളുടെ കുഞ്ഞുനാള് തുടങ്ങി ഒരു 10-30 വയസ്സ് വരെയും എനിക്ക് ഞാൻ അറിയാവുന്നതാണ്. താടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല, വേറെ കണ്ടിട്ടില്ല അങ്ങനെ. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ ഡെഡിക്കേഷൻ ലെവൽ അത് വേറെ തന്നെയാണ്. ശീലങ്ങളൊക്കെ അതിനു വേണ്ടി മാറ്റി വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ പല ആൾക്കാർ പറയും നെപ്പോട്ടിസവും മറ്റതും മറിച്ചതൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിനകത്തൊരു സുഖമുണ്ട് ബ്രോ. കാര്യം അതൊക്കെ ഈ പടം തിരുത്തും. അതെ, അതാണ് അതിനകത്ത് വേറൊരു ആംഗിളും കൂടി ഉണ്ട്. കാര്യം ജീനയുടെ ലാലങ്ങളെ കണ്ടാ പിടിച്ചേക്കണത്. അപ്പൊ സിനിമയാണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ അതിനു വേണ്ടിയാണ് പുള്ളിയും ജീവിക്കുന്നത്. ലാലങ്ങൾ അതിനുവേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ലാലങ്ങൾ എങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ആ ഒരു എഫേർട്ടിന്റെ അത്രയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ അവരെ കണ്ടാണ് വളർന്നേക്കണത്. സിനിമയുടെ എത്രയും വലിയ എഫേർട്ട് എടുക്കാവോ അതിന് രാവോ പകലൊന്നും ഇല്ലാതെ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ്. എനിക്കൊക്കെ കണ്ടിട്ട് എൻ്റെ ഇങ്ങനെ അടിച്ച് പറിച്ചിട്ടുണ്ട്. എനിക്ക് അവരെ പോലൊന്നും എങ്ങനെ എനിക്ക് തോന്നില്ല. നമുക്കൊന്നും അവർക്ക് അത്രയും വലിയൊരു എഫേർട്ട് എടുക്കാനുള്ളൊരു മൈൻഡൊന്നുമില്ല. അപ്പം നമ്മൾ അവരെ കണ്ടാൽ വളർന്നേക്കണം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവരെ കാണുമ്പോൾ തോന്നുകയും ചെയ്യും. ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ജാനേമൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് അതെ അവരുടെ ഹ്യൂമർ സെൻസും അവർ ചെയ്തേക്കുന്ന സിനിമകളും അവരുടെ സിനിമയോടുള്ള ഡെഡിക്കേഷനും പാഷനും കണ്ടാ വളർന്നേക്കണം. ജാനേമൻ സിനിമ ചെയ്യുമ്പോൾ നമ്മള് ആക്ച്വലി അതിനകത്ത് മേജർ പോർഷൻസ് രാത്രി ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ലാലങ്ങളെ പോലത്തെ ഇത്ര സീനിയർ ആർട്ടിസ്റ്റ് ഇത്രയും ദിവസം രാത്രി മാത്രം വന്ന് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ തന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിലേക്ക് കിളി പോയി. നമുക്ക് മനസ്സിലാവാനുള്ള ഡേ ലൈറ്റ് കാണുന്നില്ല ബ്രോ. ഇത്രയും നോർത്ത് പോൾ ജീവിക്കണ പോലത്തെ ഒരു അവസ്ഥയാണ്. ഡേ ലൈറ്റ് ഇല്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ തന്നെ ഫ്ലിപ്പാവണം. എനിക്ക് മനസ്സിലാവണം എന്താണ് അത്. എല്ലാ ദിവസവും രാത്രി എന്നുള്ളൊരു മൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ദിവസം നിൽക്കുമ്പോഴും ലാലങ്ങൾ ഷൂട്ട് ചെയ്ത് ലാലങ്ങൾ പോകുന്നിടത്ത് നമ്മൾ തോന്നിട്ട് പറയും, എടാ മറ്റേ ഷോട്ടിലെ ആ ഒരു സീനില്ലേ അതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കട്ടിന് വരെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കട്ട് ചെയ്യുന്ന ചെക്കൻ ഉണ്ടാവും. ചിലപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ഷൂട്ട് കഴിഞ്ഞാലും പുള്ളി ഒരു 3 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും പുള്ളി 4-5 മണി 6 മണി വരെ സ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ പോകാറുള്ളൂ. അല്ലെങ്കിൽ അപ്പം അവരത്രയും ചെയ്തിട്ടുണ്ട്. അതിന് പകുതിയെങ്കിലും നമുക്ക്. പിന്നെ അവർ ഏത് സാഹചര്യത്തിലും യൂസ്ഡ് ആണ് അല്ലേ, എങ്ങനെയും ഷൂട്ട് ചെയ്യാനും ഏത് ടൈമിലും. അപ്പം ചന്തുവിന്റെ ക്യാരക്ടർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തം. 2 സിനിമകൾ സലീമേട്ടന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ക്യാരക്ടർ റോൾ ആദ്യമായി കിട്ടുകയാണ്. അതോടൊപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ക്രൂവിന്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ നേരത്തുണ്ടാകുന്ന ഒരു എനർജിയും കൂടെ ഉണ്ടല്ലോ. കാര്യം ഓരോ സീൻസും വർക്കൗട്ട് ചെയ്ത് ഒരു മോക്ടൈലൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അഭിനയിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലേക്ക്
സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു അഭിനയത്തിലും കാര്യങ്ങളും? അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ റിഹേഴ്സൽസ് ഒക്കെ എടുക്കുമല്ലോ, അപ്പൊ ബേസിക്കലി സത്യം പറഞ്ഞാൽ ഇത്രയും 11 പേരുണ്ട്, അതിൻ്റെ അകത്തും പല ആളുകളെയും പരിചയമുള്ള ആളുകൾ, അപ്പൊ അവരൊക്കെ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ നേരത്ത് ഇച്ചിയും കൂടെ നമുക്ക് സ്മൂത്ത് ആയിരിക്കുമല്ലോ, നമ്മളെ ക്യാരക്ടർ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഹെൽപ്ഫുൾ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കാര്യങ്ങളും. അതാണ് ക്യാരക്ടർ അത് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കുലർ മാത്രമല്ല, അതൊക്കെ അതൊരു സൈഡിൽ കൂടെ നടക്കും. അതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയാണ് നമ്മൾ സെറ്റിൽ ഫുൾ ടൈം ഇത് ചെയ്യുന്നത്. പക്ഷെ ആവശ്യമുള്ള ടൈമിൽ ഇവര് തന്നെയാണ് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്, വേറെ ആരുമല്ല. ഇവര് നമ്മളെ കളിയാക്കുക അതാണെന്നൊക്കെ പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ എല്ലാവരും ബ്രദേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഇവരെന്തായാലും ചെയ്യും. ഇപ്പോൾ സൗബിക്കാണെങ്കിലും ജീൻചേട്ടനാണെങ്കിലും ഒക്കെ നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ജീൻചേട്ടൻ ഈ ഒരു സീനിൽ ജീൻചേട്ടൻ ചിതു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു, അതിനൊരു സീനിൻ്റെ ഒരു പ്രോഗ്രഷനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചിതു എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഒരു സീനിൽ, അതൊക്കെ നീ പിടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജീൻചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു, ചന്തു ഞാൻ നിന്നെ ജസ്റ്റ് ഒന്ന് തട്ടും, അപ്പോൾ നീ തുടങ്ങിയാൽ മതി. അത് നിങ്ങൾക്ക് ആർക്കും സിനിമയിൽ കാണാൻ പറ്റില്ല, പക്ഷെ ജീൻചേട്ടൻ എന്നെ ശരിക്കും തട്ടുന്നുണ്ട്, അപ്പോഴാണ് ഞാൻ തുടങ്ങുന്നത് ആ പരിപാടി. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജീൻചേട്ടൻ. അങ്ങനെ എല്ലാവരും ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. അങ്ങനെ അച്ഛൻ ഫിലിം കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇതിനകത്ത് ശരിക്കും നമ്മൾ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇപ്പം നമ്മൾ പല ഇൻ്റർവ്യൂസും നമ്മളുടെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പറഞ്ഞാൽ നമ്മൾ ഗണുവിനെ മറ്റേ ഇരുത്തി മറ്റേ വട്ടുരുന്ന് കളിയാക്കണമെന്ന് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എവ്രിബഡി ഇൻ ദിസ് ടീം അവർക്ക് നമ്മൾ അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇടയിൽ അത് മറ്റേ അത് അത് എങ്ങനെയാണ് നമ്മൾക്ക് മറ്റേ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുന്നത് പരിപാടിയൊന്നുമല്ല. പക്ഷെ ആ സാധനം നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടെങ്കിൽ ഇതിന് പ്രീ റിലീസ് വന്ന ഇന്റർവ്യൂസിലൊക്കെ ഗണുവിന് ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു എന്താ ഇതിന് മാത്രം കാസ്റ്റിംഗ് ഡയറക്ടർ. പക്ഷെ സിനിമ കണ്ടപ്പോൾ അത് ബോധ്യപ്പെട്ടു. അല്ല സീരിയസ്ലി സിനിമ കണ്ടപ്പോൾ അത് ഓക്കെ മൂടായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഗണപതി കാസ്റ്റിംഗ് തിയേറ്ററിൽ ലാസ്റ്റ് എഴുതിക്കുകയാണെങ്കിൽ നമ്മൾ കൈയടിക്കുമായിരുന്നു എല്ലാവരും. അതാണ് അതെ, അതായത് നല്ല അതിൻ്റെ അത് ആ റിസൾട്ട് അതിൻ്റെ അകത്ത് ഉണ്ട്, സിനിമയിലുണ്ട്. അതിൻ്റെ സൗണ്ട്സിലാണെങ്കിലും ഈച്ച് ആൻഡ് എവരി എന്താ HODs. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും മറ്റേ ഭയങ്കര സിമ്പിളായിട്ട് വിചാരിക്കുന്ന ഒരു പരിപാടിയാണ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. നമുക്കിപ്പോൾ ഒരു സിനിമ ഇത്രയും കാസ്റ്റ് ഉണ്ട്, ഇത്രയും ആൾക്കാരെ നമ്മൾ ക്യാരക്ടേഴ്സിനകത്ത് കാസ്റ്റ് ചെയ്യണം, ഇയാളെ വെച്ചാൽ പോരെ നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കുന്ന ഒത്തിരി പരിപാടിയുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് മാച്ച് ആവുന്ന ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് വന്ന് പ്ലേസ് ആകുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. അത് നമുക്ക് പിന്നീട് നമുക്ക് വല്ലാണ്ട് വർക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അത് ഒരു ഡയറക്ടറിന് കിട്ടുന്നൊരു വളരെ സുഖമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ടാണ്. അവിടെ പുള്ളിക്കും ഭയങ്കര രസമായിട്ട് കളിക്കാം, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര രസമായിട്ട് കളിക്കാൻ പറ്റുമായിരിക്കും. അതിന് ഗണു ചെറിയ പൊളി വിളിച്ചു. ഒരാൾ വർക്കായില്ലെങ്കിലൊക്കെ ഗണുവിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആരെങ്കിലൊക്കെ വന്നിട്ടൊക്കെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവര് ചിതുവിന് വർക്കായില്ല എന്നുള്ള ടെൻഷനായിരിക്കും ഗണുവിന്. അവര് വന്നിട്ട് അവർ ചെയ്യോ എങ്ങനെ, അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യം. ഗണുവിന് അവര് പെർഫോം ചെയ്തില്ലെങ്കിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് ഗണു പറഞ്ഞു, നീ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഞാൻ സന്തോഷമായി എന്ന് പറഞ്ഞ വലിയൊരു ആള് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചായിരുന്നു ഒരു ദിവസം ഗണു. ഒരു ദിവസം നമുക്ക് ഇത് ഓർമ്മയില്ല, ഒരു ചേച്ചി വർക്കാവേണ്ട ഒരു ബൈക്കിൽ ഞാനിവരും കൂടെ കൊണ്ടുപോയിട്ട് അടുത്ത ചേച്ചിനെ ബൈക്കിൽ വിളിച്ചോണ്ടോ? അല്ല, ഒരു ചേച്ചി വർക്കല്ല. അപ്പം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല. അവിടെ അപ്പുറത്ത് ഷൈജുക്ക ഇവിടെ ക്യാമറ വെച്ച് വെയിറ്റ് ചെയ്യാം. ഷൈജുക്ക ഇപ്പുറത്ത് ഷൈജുക്കൊക്കെ വേറെ ചീത്തൊന്നും പറയൂല. എന്താണോന്ന് ഷൈജുക്ക പറഞ്ഞാൽ നമ്മൾ മറ്റേ തീർന്നു. അയ്യോ, ഞാൻ ഇവരും കൂടെ ബൈക്കിൽ പോയിട്ട് ഇവരെ എന്റെ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇവരെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ല, ഈ സിനിമയിൽ ശരിക്കും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ വായിച്ചേക്കണത് ചിലപ്പോൾ ചിതുവിനെക്കാളും കൂടുതൽ ഇവരാണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. കാര്യം വിഷ്ണു ആയിരിക്കുള്ളൂ. കാര്യം വിഷ്ണു അത്രയും ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. സിനിമയുടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഓരോ സംഭവം നമ്മൾ മറ്റേ ഇടയ്ക്ക് മറ്റേ ഇത് ഈ പരിപാടിയിലാണ്. അപ്പോൾ വിഷ്ണു ആയിരിക്കും മറ്റേ കൃത്യമായിട്ട് മൊത്തം കഥ പറഞ്ഞു തരാം. അവനെല്ലാം അത്രയും റോബോട്ടിനെ പോലെ അല്ല, അവന് ഏടിയ 6 മാസം പ്രീ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ടാണ്. ഈ ജനുവരി സീനായാലും എല്ലാ ഇതും ക്യാരക്ടർ ആയാലും. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും നമ്മൾ
പൂണ്ട് വിളയാടുക എന്ന് പറയൂലേ. അത് നിങ്ങളുടെ അമ്മയുടെ ക്യാരക്ടർ തന്നെയല്ലേ നമ്മള് വർക്കാവായിട്ട് അടുത്ത ബൈക്കിൽ ഒരാളെ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് ഞാനും കൂടെ പറയിപ്പിക്കുക വേറൊരു ചേച്ചി ഒന്ന് പറഞ്ഞേ ഈ ചേച്ചിനെ അടുത്ത ഗ്ലാസ് ഫാക്ടറി കോളനിയിൽ ചെന്നിട്ട് നമ്മള് കുറെ പേരെ നോക്കി അന്നേരത് ചേച്ചി ഒന്ന് വന്നേ ഇതൊന്ന് പറഞ്ഞു നോക്കി. അത് ഭയങ്കര കളിയാടിയുള്ളൊരു പരിപാടിയാണ് കുറേ സമയം നമുക്ക് നമ്മുടെ കൂടെ ലൈക്ക് ആർട്സ് ടൈമിലുള്ള ആൾക്കാർ അത്ര ടൈം വേസ്റ്റ് ആവാണ്. അത്ര ആൾക്കാരുണ്ട് ടെക്നിക്കലായിട്ട്. അപ്പോൾ എന്താ പറയുക ചെയ്തുകൊണ്ട് ഷൈജുക്കുണ്ട്, ആർട്ട് ഡയറക്ടറിൻ്റെ അപ്പുറത്തുണ്ട്, സൗബിക്കുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, ആക്ടറാണെങ്കിൽ പോലും അയാൾ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുമ്പ് ഈ കാസ്റ്റിംഗ് ചെയ്തതിന് മുമ്പേ പോയാലും ഒരു ടൈമിന് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്താലോ എന്നുള്ളൊരു, കാരണം എന്ന് വെച്ചാൽ ഇത് കയറി വരുമ്പോൾ ഇതിൻ്റെ ഡെപ്തും വലിപ്പവും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്കിത് നമ്മൾ കുട്ടിയാ കൂടെ എന്നുള്ളൊരു ചിന്ത വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ എൻ്റെ ചിതു തന്നെയാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നിട്ട് നീ ചെയ്താൽ മതി, നിനക്കോട് പറ്റും, നീ ചെയ്യുന്നു പറയുന്നത്. തമിഴ് കാസ്റ്റിലായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് ആക്ച്വലി തമിഴ് കാസ്റ്റ്. അടിപൊളിയായിരുന്നു തമിഴ് കാസ്റ്റ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മലയാള സിനിമയിൽ തമിഴ് കാസ്റ്റിന് നമ്മൾ നോക്കുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചെയ്യാൻ അറിയാവുന്ന കുറച്ച് പേരെ വെച്ചിട്ട് നമ്മൾ ഫെമിലിയർ ഫേസിന് വെച്ച് നമ്മൾ നേരെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വളരെ ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. നമ്മുടെ ജോർജ് മരിയനെ ഒഴിച്ച് രാംസിനെ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം. പക്ഷെ ഈ പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥ നടക്കുന്ന മുഴുവൻ തമിഴ്നാട്ടിലാണ്. അത്രയും ആർട്ടിസ്റ്റുകൾ വേണം, പക്ഷെ അത്ര ഫ്രഷ് ആയിട്ടുള്ള ഫേസും വേണം നമുക്ക്. ഒരിക്കലും നമുക്ക് നമുക്ക് എപ്പോഴും പോലത്തെ ഒരാളെ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും പറ്റൂല. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫേസുകളും വേണമായിരുന്നു. അത് ഇവർ ഭയങ്കര കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നിന്ന് അതിനുവേണ്ടി ഓഡിഷൻസ് നടത്തി, അതിനുവേണ്ടി കുറെ പരിപാടികൾ നടത്തി ഉണ്ടായിക്കൊണ്ട് വന്നു. അറിയാത്തതുകൊണ്ട് തന്നെ ആ മറ്റേ എസ് ഐ ക്യാരക്ടറിനൊക്കെ ഒരു ഫോബിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുള്ളിയുടെ സംസാരത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല തല്ലും കിട്ടിയായിരുന്നു. പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇപ്പം വിഷ്ണു ഈ പറഞ്ഞ പോലെ AD ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അതിനു മുമ്പ് നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടു ഷൈജുക്കാരൻ്റെ അസിസ്റ്റന്റായിട്ട് ആഗ്രഹത്തോടെയൊക്കെയാണ് സിനിമയിൽ വന്നത്, സിനിമാറ്റോഗ്രാഫി അസിസ്റ്റന്റ് ഒക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സിനിമാറ്റോഗ്രാഫി ഒക്കെ. പിന്നെ ഈ ബാലു പറഞ്ഞോട് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കരിയറിൽ തന്നെ ഒരു ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്, ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാവില്ല ജീവിതത്തിൽ. അപ്പോൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയി അത്ര നാൾ വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജോലി എടുക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ 2-2.5 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിങ്ങനെ പടം തന്നെ ചെയ്യണത്. അപ്പോൾ ഇത് പക്ഷേ എനിക്കൊന്ന് ഒരു കരിയറിലൊരു പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതെനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആളെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറായാലും അപ്പോൾ എന്താണ് ചെയ്തേക്കണേന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അങ്ങനെ, അതായത് നമ്മളൊന്നും പ്രൂവ് ചെയ്യാതെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഒരു പ്രൊഫൈല് വേണം, പ്രൊഫൈല് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ കുറേ ടൈമും കിട്ടി നമുക്കത് വർക്ക് ചെയ്യാനും ഇതിലൊക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അതും ആ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. അതെ. ഇപ്പം അരുൺ ഈ പറഞ്ഞ പോലെ അസോസിയേറ്റ് ആയിരുന്നു, പിന്നെ ഒരു ആക്ടറാണല്ലോ. അപ്പൊ ആ സംഗതി ബോംബെ ധാരാവി സൈഡിലല്ലോ അവിടെയായിരുന്നു. അപ്പോൾ ഒരു ഫിലിം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഓഡിഷൻസിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ആനന്ദം കിട്ടിയ പിന്നെ ക്രാക്ക് ചെയ്ത് ഇങ്ങനെ കയറി. ഓഫ്കോഴ്സ് അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് കാണാൻ നേരത്തെ തന്നെ ഇത്രയും പേര് നിരന്നിരിക്കാൻ നേരത്ത് തന്നെ സത്യം പറഞ്ഞ ഈ സിനിമയോടുള്ളൊരു ആഗ്രഹം നമുക്ക് കാണണമെന്നൊരു ആഗ്രഹം തോന്നുമല്ലോ. അതുപോലെയായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്യാൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഗതി? ഇത്രയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിക്കും. അപ്പോൾ എൻ്റെ സിനിമ മഞ്ഞുമേൽ ഇറങ്ങി കഴിയുമ്പോഴും ചില ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കും, സാർ കണ്ടോ, ചേട്ടാ കണ്ടോ. എനിക്കിഷ്ടമുള്ള ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കും. ട്രെയിലേഴ്സ് ഞാൻ ഇപ്പം മഹേഷ് നാരായണൻ അങ്ങനെ കുറേ ഫിലിം മേക്കേഴ്സ് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. എല്ലാം ചാൻസ് ചോദിക്കുന്ന ഭാഗമായിട്ട് ഞാൻ ചിതുവിനെ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ അവസരത്തിൽ എനിക്ക് അപ്പം തന്നെ ഒത്തു വന്നില്ല. ആ സമയത്ത് നമ്മുടെ മഞ്ഞുമേൽ ഇച്ചിരി സ്കെഡ്യൂൾ ഇച്ചിരി നേരത്തെ ആയിരുന്നു. പിന്നെ വേറെ കാരണങ്ങളാൽ ഇച്ചിരി തള്ളിപ്പോയി. ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഗണുവിനെ വിളിക്കുകയും 2023 ജനുവരി ന്യൂ ഇയർ പാർട്ടി 1 ജനുവരി 2 ജനുവരി ഗണുവിനെ വിളിക്കുന്നത്.
സോ ഞാൻ എല്ലാവരും കാണുമ്പോൾ പ്രാർത്ഥിക്കും എന്തെങ്കിലും സെറ്റ് ആവാൻ. അപ്പോൾ അതിൽ കിട്ടിയതാണ്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ചിതു, ഞാൻ ജാനമൻ എനിക്ക് ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിലും സെക്കൻഡ് ഡേ കാണുകയാണ്. ചിതുവിനെ പടം ഇറങ്ങുന്നതിന് മുമ്പേ ആ സമയത്ത് ജാനമിൻ്റെ റിലീസിന് മുമ്പ് എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ചിതുവിനെ നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ ഞാൻ ചിതുവിൻ്റെ നമ്പർ ഇട്ട് കളിയാ, നല്ല ടീച്ചർ, നല്ല പോസ്റ്റർ. എനിക്ക് ചിതുവിനെ പേഴ്സണൽ ഇത്രയും അറിയത്തില്ലായിരുന്നു. അരുൺ കുര്യൻ ലുക്സ് വെരി പ്രോമിസിങ്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ. ചിതു പ്രീമിയറിനെ വിളിച്ചാൽ, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ വളരെ ഹാപ്പിയാണ്. ചിത്തു, ഗണു, ആലു എല്ലാവരുമായിട്ടും, ചന്തു, വിഷ്ണു എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാൻ സാധിച്ചു. പടം അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെയാണ്. ഈ സെറ്റ് എങ്ങനെ ഉണ്ടായി? നിങ്ങളിപ്പോ ടെസ്റ്റ് ഇപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചു, അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് സെറ്റ് കാണാൻ നേരത്തെ എങ്ങനെ ഉണ്ടായി? ഇപ്പൊ അജയൻ ചാലിശ്ശേരി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക്, അതിനെ നമ്മൾ ഗംഭീരമായിട്ട് ലൈറ്റ് ചെയ്ത് ഷൈജിക്ക് ചെയ്തിരിക്കുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ആക്ച്വലി സെറ്റ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സെറ്റ് ഏതാണ് മറ്റേതാണ് മനസ്സിലാവാത്തൊരു അവസ്ഥ തന്നെ അറിയില്ലായിരുന്നു. നമ്മള് ഷൂട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് സെറ്റ് ഏതാ പുറത്തേക്ക് വന്നാലേ നമുക്ക് അറിയുള്ളൂ. സെറ്റിലായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങോട്ടേക്ക് പോകുമ്പോണ്ടല്ലോ എനിക്കൊരു അഭിമാനമൊക്കെ, എന്തോ ഒരു ഹോളിവുഡ് പടത്തിലേക്ക് ശരിക്കും സെറ്റില് ഫസ്റ്റ് ഡേ നമ്മളവിടെ കയറി ചെല്ലുന്നു. അപ്പോൾ അത്രയും ദിവസം നമ്മൾ മറ്റേ ഇല്ല നിങ്ങളിപ്പോൾ വരണ്ട, നിങ്ങൾ സെറ്റിൻ്റെ എല്ലാം കഴിഞ്ഞ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ഒരു 1.5 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിലേക്ക് ചെല്ലുന്നത്. ആ ദിവസം സെറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ഇങ്ങനെ ഞങ്ങളെ കണ്ടുവന്നിട്ട് ഓഫ് മാൻ, ഞാൻ ഒന്ന് മാറി, നമുക്ക് ഒരു കസേര ഇട്ടത് കാലിൽ കയറ്റി ഒന്നിരിക്കണം, ഒന്ന് സംസാരിക്കണം നമുക്ക്. കാര്യം നമ്മൾ വേറൊരു പരിപാടിയാണ് ബ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് അജയൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ മറ്റേ നിങ്ങൾ സെറ്റാണെന്ന് പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്രയും വലിയൊരു പരിപാടി ചെയ്തത് ഒരു റെക്കഗ്നിഷൻ പുള്ളിക്ക് കിട്ടിയേ പറ്റൂ. അതിപ്പോൾ ഇപ്പോൾ കാണുമ്പോഴേ ആൾക്കാർക്ക് അത് ഏതാണ് സെറ്റ് ഏതാണ് സെറ്റ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും ടൈം എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആൾക്കാർക്ക് പലർക്കും മനസ്സിലാവുന്നേ ഇല്ല. സിനിമ കാണുമ്പോൾ അത് ബാധിക്കത്തില്ല, കാര്യം അതിലേക്ക് ഇന്നാണ് മനസ്സിലാവാതിരിക്കട്ടെ. അത് നമ്മളിപ്പോ പറയുന്നില്ല, അതാണ് ഒരു ആർട്ട് ഡയറക്ടറിന്റെ ഏറ്റവും വലിയ സംഭവമല്ലോ. കാര്യം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ കോടീശ്വരൻ ഇതിനകത്ത് ചോദിക്കണ പോലെ ഓപ്ഷൻ നമ്പർ എ മറ്റേ ഇതിന്റെ മേളിലുള്ളത്, ഓപ്ഷൻ നമ്പർ ബി ഇതിന്റെ കുഴിയാണോ, ഏതാണെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അത് അഹങ്കാരമായിട്ട് പറയണല്ലേ ബ്രോ. അത് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് അജയേട്ടൻ ചെയ്തേക്കണ നമ്മൾ കണ്ടേക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ആ ആർട്ട് വർക്ക് ആൾക്കാർ അത്രയും രസമായിട്ട് മറ്റേ ഇതിനകത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കി വെക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ നിൽക്കുന്ന നമുക്ക് പോലും, ഈ സെറ്റിൽ നിൽക്കുന്ന നമുക്ക് പോലും ഈ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ഇടയ്ക്ക് പോയിട്ട് അവിടെ സൈഡിൽ പോയി മൂത്ര വെച്ചിട്ടുണ്ട്. ഞാൻ കൊടൈക്കനാലാന്ന് അപ്പൊ ആൾക്കാർ സെറ്റാണ് അല്ല എന്നുവെച്ചാൽ നമുക്ക് ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് പോലും ഒരു ടൈമിൽ നമുക്ക് ആ സാധനം, കാരണം ആ ചേട്ടൻ അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ പുഴു പഴുതാര അതിനെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ സാധനം ഇങ്ങനെ കഴിഞ്ഞൊക്കെ പോകുന്നുണ്ടാവും. ശരിക്കും പഴുതാര ആ സാധനങ്ങൾ വരെ അതിനകത്തുണ്ട്. സീവീഡ് ഈ സെറ്റിൽ ഇത്രയും വലിയ സെറ്റില് ഒരു തവളയുടെ ഒച്ച കേൾക്കിട്ടും. ഇതിനകത്ത് ഈ ചെടി നനക്കാൻ വേണ്ടി തന്നെ ഉണ്ട് അത്രയും ആൾക്കാർ, 10-30 ആൾക്കാർ ഈ ചെടി നനക്കാൻ വേണ്ടിയുണ്ട്. ഇതിനകത്ത് പല മറ്റേ ചെറിയ മോസുകള്, അല്ലെങ്കിൽ ചെറിയ മറ്റേ ഫേണുകള്, അല്ലെങ്കിൽ ചെറിയ സെക്കുലൻസ്, പ്ലാന്റ്സുകൾ ഉണ്ട്. എല്ലാം റിയൽ ആണ്. ഇത് നനയ്ക്കാൻ വേണ്ടി തന്നെ 10-40 ആൾക്കാർ ഇത് നനയ്ക്കാൻ വേണ്ടി മാത്രമുണ്ട്. അത്രയും ഉണ്ട്. എല്ലാ ദിവസവും ഈ ഞാൻ പറഞ്ഞത് 10-30 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇത് ഭയങ്കര അലൈവായിട്ട് ഈ ഫേൺസും ഈ പ്ലാന്റ്സ് ഒക്കെ കറക്റ്റ് രീതിയിൽ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൻ്റെ റെയിൻ മാൻ, ഇതിൻ്റെ മിസ്റ്റ്, ഈ സ്ഥലത്തുള്ള മിസ്റ്റ്, അതായത് കൊടൈക്കനാൽ നിൽക്കുന്ന ഫീല് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ അതിന് വേണ്ടി മാച്ച് ചെയ്യുന്ന ഷൈജുക്കാലിൽ മെജീഷ്യൻ്റെ ലൈറ്റ്സ്, നമുക്ക് പകലിൽ രാവിലെ ഒരു സൂര്യൻ ഇങ്ങനെ വെളിച്ചടിക്കുന്ന പോലെ തന്നെ, അതായത് മഴ പെയ്യുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ പതുക്കെ ലൈറ്റ് ഇങ്ങനെ മാറുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ മഴ പെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഏറ്റവും ആദ്യം നമ്മൾ ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര മറ്റേ ടൂറ് പോയ പോലത്തെ ഫീൽ തന്നെയായിരുന്നു. ഭയങ്കര സണ്ണിയാണ് പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ മറ്റേ മൂഡ് മാറാൻ നേരത്ത് ഞങ്ങൾക്കും പിന്നെ അതിനകത്ത് കയറാൻ തന്നെ പേടിയാണോ പോലത്തെ ഒരു അവസ്ഥയായി. ഡാർക്ക് ഫീൽ ആണ്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലം. ആ ഒരു ഈ ആക്ച്വലി ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ഒരു 5-6 മണിക്കൂർ മാത്രമേ ഇത് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളതൊരു 10-40 വർഷം അനുഭവിച്ചു ബ്രോ. അവര് പോയ ആ വികാരത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ കടന്നുപോയി ദിവസങ്ങളോടെ കടന്നുപോയി. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ കൂടെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കയറി ചെല്ലുമ്പം
artist, Tamil artist, costume department, art department, or separate rooms. Like when it's like really Hollywood setup, man. ശരിക്കും ബെഡുകളുണ്ട്, ബെഡുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോരോ സ്ഥലമുണ്ട്. ഒരു സ്ഥലം സെറ്റ് ചെയ്യേണ്ട ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. അല്ല കാര്യം ഞങ്ങൾ എല്ലാ ദിവസവും നനഞ്ഞ് ചെളിയിൽ മുങ്ങി നിൽക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും പേർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. കാര്യം ഇത്ര ദിവസം നമ്മൾ ഫുൾ ടൈം നനഞ്ഞ് ചെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവണം. Man, it's really Hollywood, man. Seriously, അങ്ങനെ ഞാൻ പറയുന്നത്. ഇത് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? വരും ഉറപ്പായിട്ടും വരും. ഡോക്യുമെന്ററിയിൽ ഉണ്ടാവും. അത് ഇത് എവിടെയെങ്കിലും പറയണ്ട. നമുക്കിത് കുറെ കാലമായിട്ട് വീർപ്പൂട്ടിരിക്കുന്നു. ഇത് പറയണം ഇത്രയും വലിയ സെറ്റപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ല കാര്യം ഈ അജയന്റെ പരിപാടിയും ആൾക്കാർ ഇത് മനസ്സിലാക്കാതിരിക്കരുത്. ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ മറ്റേ ഇത് സെറ്റാണെന്നൊക്കെ എവിടെയോ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പറ്റി അത് പറയരുതായിരുന്നു. എന്നാലും പുള്ളിനെ എവിടേക്കോ ഇപ്പൊ മറ്റേ സെറ്റാണെന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇത് ചെറിയ ടീസറാണ് ശരിക്കും നമ്മൾ പറയുന്നതല്ലേ. അജയന്റെ പരിപാടി വരാൻ പോകുന്നേ ഉള്ളൂ. വലിയ സെറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന ആള് നമ്മള് ക്യാരം ബോർഡിന് ഒരു താഴെ ഒരു ഇതടിച്ചിരുന്ന് വെച്ചാലും അജേട്ടൻ അത് അടിച്ചിരും. അല്ല ആക്ച്വലി ഞങ്ങൾ ക്ലബ്ബ് പോലെ ആയിരുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെ മറ്റേ ദർശന ക്ലബ്ബ് പോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ മറ്റേ ക്യാരം ബോർഡിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, ചെസ്സുകളുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതി. ചെസ് ഉണ്ടായില്ല, ഐഡിയ ഈ ബേസിക്കലി ഒരു സ്റ്റിൽ ഇറങ്ങിയിരുന്നല്ലോ നിങ്ങൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ സൈഡിൽ നിൽക്കുന്നത്. അത് സിനിമയിൽ കണ്ടില്ലല്ലോ. കുറെ കമന്റ്സ് ഒക്കെ കുട്ടിക്കാനത്ത് അവിടെ നല്ല മഞ്ഞുണ്ടായത്. ഈ 2 മണിക്കൂറും 15 മിനിറ്റും ആണല്ലോ സിനിമ ഉള്ളത്. ബേസിക്കലി അത് കണ്ടു കഴിഞ്ഞപ്പം പക്ക ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ് ആണ് എന്ന തരത്തിലായിരുന്നു തോന്നിയത്. ഒന്നും കൂടുതലായിട്ട് പറയാനില്ല, പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ആ സിനിമ ബേസിക്കലി നമ്മൾ കാണാത്തതിൽ കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിവേകർഷൻ എന്ന് പറഞ്ഞൊരു ആള് വരുന്നത്. വളരെ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് കട്ടിങ് ആണ് ആ സിനിമ. ആവശ്യമില്ലാത്തത് എന്ത് അല്ലെങ്കിൽ ഇത് പറയണമെന്നില്ല, ഇത് പറഞ്ഞില്ലെങ്കിലും ഈ സിനിമ വർക്കാണ് ഉള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാന്ന് പറയുന്നത്. ആക്ച്വലി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പക്ഷേ സിനിമ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം മറ്റേ ഇതൊക്കെ കട്ട് ചെയ്ത് പോയതൊക്കെ നമുക്ക് മറ്റേ അത് പക്ഷെ എന്നാലും അത് വേണമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നിയായിരുന്നു. പക്ഷെ സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ ഒരിക്കലും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീനാണെങ്കിലും അല്ലെങ്കിൽ സീൻ്റെ ഒരു ഭാഗമാണെങ്കിലും അതും കൂടി അത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിനിമക്ക് ചേരില്ല. അത് സിനിമയ്ക്ക് അത് വലിപ്പം കൂട്ടും. കാര്യം ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പരിപാടി പറയാൻ വേണ്ടി അത്രയും ചിലപ്പോൾ ബാക്ക് സ്റ്റോറി പറയേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു സംഭവം വിവേക് ഹർഷൻ്റെ എഡിറ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും കലക്കന ഒരു പരിപാടി പുള്ളി ചെയ്ത് വെച്ചു. ഈ റിയൽ മഞ്ഞുമൽ ബോയ്സ് ലൊക്കേഷന് വന്നിരുന്നോ? അടിപൊളി മൊമെന്റ്. അത് നിങ്ങൾ ചിലപ്പോൾ ഡോക്യുമെന്ററിയിൽ കാണുമായിരിക്കും. അതാണ് ഞങ്ങളത് അതിനകത്തുള്ള ഏറ്റവും വലിയ പോയിന്റ് ഞങ്ങൾ പറഞ്ഞു തീർക്കില്ല. അത് ഡോക്യുമെന്ററിയിൽ തന്നെ പറഞ്ഞു തീർക്കണം. പിന്നെ ഗുണയിൽ ആ സീൻ ഉണ്ടല്ലോ, എനിക്ക് സിനിമ കണ്ടപ്പോൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സംഗതിയാണ് ആ സോങ്. ഇപ്പം ഓൾറെഡി അങ്ങനത്തെ ഒരു കേവിലേക്ക് പോകാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തയിൽ വരുന്ന ഒരു സിനിമയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് മെർജ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഗംഭീരമാണ്. അത് ബേസിക്കലി പല പോർഷനിൽ, ഇപ്പം സ്പോയിലർ ഉള്ളതുകൊണ്ട് പറയുന്നില്ല, പല പോർഷനിൽ. പക്ഷെ അത് ആ ഒരു ജഡ്ജ്മെന്റ് എന്തായിരുന്നു, അത് തന്നെ വേണം. ചിദംബരം ബ്രില്യൻസ്. That's all about director. Director's calling. ആ പാട്ടില്ലെങ്കിൽ ആ സിനിമ പോലും ചെയ്യില്ലാന്ന്. അല്ല അത് ആക്ച്വലി അത് മറ്റേ പിന്നെ ഇങ്ങനെ ആലോചിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ സംസാരിക്കണ്ടായിരുന്നു. അത് ആ പാട്ടല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ട് അതൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആക്കാമായിരിക്കും. പക്ഷെ അതല്ലാണ്ട് ഈ പാട്ട് വെച്ച് അതിനേക്കാളും വലിയ റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ ലിറിക്സിൽ മാച്ച് ആയിട്ട് തോന്നുന്നുണ്ട്. പല ആൾക്കാരും ആ പാട്ട് കേട്ടിട്ട് ഇപ്പോഴാണ് ആ പാട്ട് ഭീകരമായ വേറൊരു തലമുള്ള അർത്ഥം വന്നതെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രണയത്തിനേക്കാളും ചിലപ്പോ സൗഹൃദത്തിനും പല രീതിയിലും അതിനൊരു റൊമാൻറ്റിക് പാട്ടാണ് അത്. അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പ് സോങ് അല്ല. പക്ഷെ അത് അങ്ങനെ ചിന്തിച്ചത് ചിതുവിന്റെ ബ്രില്യൻസ്. അപ്പം മഞ്ഞുമൽ ബോയ്സ് ഗംഭീരം. താങ്ക് യു.